നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കൂടെ ആത്മീയ കൂട്ടാളികളുണ്ട്. അവരുടെ മന്ത്രിക്കലുകൾ കേൾക്കാനും ഹൃദയത്തിന്റെ ശബ്ദം തിരിച്ചറിയാനുമുള്ള മനസ്സുണ്ടാകണം. നിങ്ങളെ സഹായിക്കാൻ ഓരോ നിമിഷവും കൂടെ നിൽക്കുന്ന ഒരു ദിവ്യ സംഘത്തോടൊപ്പമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വതന്ത്ര ഇച്ഛാശക്തി, ഫ്രീവിൽ, മറ്റൊരു ആഴത്തിലുള്ള സത്യം കൂടി അറിയുക. നിങ്ങളുടെ ആത്മാവ് ഈ ജീവിതത്തിന് പദ്ധതിയിട്ടുവെങ്കിലും നിങ്ങൾ സ്വതന്ത്ര ഇച്ഛാശക്തി ലഭിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ വഴി നിശ്ചയിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ കൈകളിലാണ്. ഓരോ തിരിവിലും ഓരോ തീരുമാനത്തിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. പ്രതിസന്ധികളെ പേടിച്ചു ഓടണോ അതോ അവയെ നേരിട്ട് പഠിക്കണോ എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ക്രോധത്തിലും വെറുപ്പിലും കുടുങ്ങണോ അതോ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും പാത സ്വീകരിക്കണോ എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ പെരുമാറ്റവും തീരുമാനങ്ങളുമാണ് നിശ്ചയിക്കുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ പദ്ധതി എങ്ങനെ പൂർത്തിയാക്കുന്നു എന്ന്. ചിലപ്പോൾ ചില പാഠങ്ങൾ നിങ്ങൾ പെട്ടെന്ന് പഠിച്ചാൽ ജീവിതം എളുപ്പമാകും. ചിലപ്പോൾ അഹങ്കാരം കാരണമോ പേടി കാരണമോ പാഠങ്ങൾ മാറ്റിവെച്ചാൽ ജീവിതം കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാകും. അതുകൊണ്ടാണ് ഒരു പ്രവചനത്തിനും ഒരു ജാതകത്തിനും നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി പറയാൻ കഴിയാത്തത്. കാരണം ഓരോ നിമിഷവും നിങ്ങൾ പുതിയ സാധ്യതകൾ നിർമ്മിക്കുകയാണ്. ഇതാണ് ആത്മാവിന്റെ യഥാർത്ഥ കളി. പദ്ധതിയിടുക, പിന്നീട് സ്വതന്ത്ര ഇച്ഛാശക്തിയോടെ അത് ജീവസുറ്റതാക്കുക. നിങ്ങളുടെ ഭാവി കല്ലിൽ കൊത്തിയ കഥയല്ല. ഇതൊരു ഒഴുക്കാൺ. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും കർമ്മങ്ങളും കൊണ്ട് നിങ്ങൾ ഇതിനെ രൂപപ്പെടുത്തുന്നു. ഓരോ തവണയും നിങ്ങൾ സ്നേഹം തിരഞ്ഞെടുക്കുമ്പോൾ, ഓരോ തവണയും നിങ്ങൾ മാപ്പ് നൽകുമ്പോൾ, ഓരോ തവണയും നിങ്ങൾ ധൈര്യം തിരഞ്ഞെടുക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് അടുത്ത തവണ ജീവിതം നിങ്ങളെ ഒരു വഴിത്തിരിവിലെത്തിക്കുമ്പോൾ ഓർക്കുക, തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. നിങ്ങളുടെ വിധിയുടെ, നിങ്ങളുടെ കഥയുടെ നിർമ്മാതാവ് നിങ്ങളാണ്. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി, സ്വതന്ത്ര ഇച്ഛാശക്തി. മറവിയുടെ മറ, വെയിൽ ഓഫ് ഫൊർഗെറ്റിംഗ്. ആത്മാവ് എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതാണെങ്കിൽ നമുക്കിതൊന്നും ഓർമ്മയില്ലാത്തതെന്തുകൊണ്ടാണ്? കാരണം ജനിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മേൽമറവിയുടെ മറയിടുന്നു. ഈ മറ നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളെയും നമ്മളുണ്ടാക്കിയ പദ്ധതിയെയും നമ്മുടെ യഥാർത്ഥ ദിവ്യരൂപത്തെയും മറപ്പിക്കുന്നു. ഈ മറവി ഒരു ശിക്ഷയല്ല, ഇതൊരു വരദാനമാണ്. നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സത്യത്തിൽ പഠിക്കാൻ കഴിയുമായിരുന്നു. നിങ്ങൾക്ക് മുൻകൂട്ടി ഓരോ വേദനയും ഓരോ വെല്ലുവിളിയും അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് അവ അനുഭവിക്കാൻ കഴിയുമായിരുന്നു. ഈ മറവി നമുക്ക് ഒരവസരം നൽകുന്നു, ഓരോ അനുഭവത്തെയും പുതിയതായി അനുഭവിക്കാൻ, സന്തോഷം അനുഭവിക്കാൻ, വേദനയെ സ്വീകരിക്കാൻ, സ്നേഹത്തെ അറിയാൻ, നിങ്ങളെ തന്നെ വീണ്ടും കണ്ടെത്താൻ. നമ്മൾ നഷ്ടപ്പെടുന്നു, അലയുന്നു, വീഴുന്നു, പിന്നീട് എഴുന്നേൽക്കുന്നു. ഇതാണ് ജീവിതത്തിന്റെ സൗന്ദര്യം. ഈ മറവിയുടെ മറയ്ക്കിടയിലും ആത്മാവിന്റെ സൂചനകൾ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ചിലപ്പോൾ സ്വപ്നങ്ങളിൽ, ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങളിൽ, ചിലപ്പോൾ ഒരു അപരിചിതന്റെ വാക്കുകളിൽ നമുക്ക് നമ്മുടെ ആത്മാവിന്റെ നിഴലാട്ടം ലഭിക്കുന്നു. ഈ ഇൻറ്റ്യൂഷൻ, ഡേജാവോ, നിമിഷങ്ങൾ ഉള്ളിൽ നിന്ന് ഉയരുന്ന ശബ്ദം, ഇവയെല്ലാം ആത്മാവിനെ ഓർമ്മിപ്പിക്കുന്നവയാണ്. മറന്നതിന് ശേഷം വീണ്ടും ഓർത്തെടുക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ യാത്ര. നമ്മൾ ആരാണെന്നും എന്തിനാണ് വന്നതെന്നും എന്താകണമെന്നും ഓർത്തെടുക്കുക. ഇതാണ് യഥാർത്ഥ ഉണർവിതാണ് യഥാർത്ഥ മോചനത്തിലേക്കുള്ള ആദ്യ പടി. ഭൗതിക ലോകം ഒരു പഠന കേന്ദ്രം. ഇനി ചോദ്യം ഉയരുന്നു, ആത്മാവിനെ പഠിക്കാൻ എവിടേക്കാണ് അയക്കുന്നത്? ഉത്തരം ഭൗതിക ലോകം എന്നാണ്. അതായത് നിങ്ങളും ഞാനും ജീവിക്കുന്ന ഈ ലോകം വെറുമൊരു സാധാരണ സ്ഥലമല്ല. ഇതൊരു വലിയ പാഠശാലയാണ്. അവിടെ ആത്മാവിന് യഥാർത്ഥ പരീക്ഷകൾ നൽകുന്നു. ഇവിടെ എല്ലാം ഉണ്ട്: സുഖം, ദുഃഖം, സ്നേഹം, വേർപിരിയൽ, വിജയം, പരാജയം. ഓരോ വികാരവും ഓരോ പോരാട്ടവും ഒരു പാഠം കൊണ്ടുവരുന്നു. ആത്മാവ് പ്രകാശത്തിലും ആനന്ദത്തിലും മാത്രം ഇരുന്നിരുന്നെങ്കിൽ എങ്ങനെ ക്ഷമ പഠിക്കും? എങ്ങനെ മാപ്പ് നൽകാൻ അറിയും? പോരാട്ടങ്ങൾക്കിടയിൽ തന്റെ ഉള്ളിലെ ദിവ്യത്വത്തെ എങ്ങനെ തിരിച്ചറിയും? അതുകൊണ്ടാണ് ഈ ലോകത്ത് പരിധികൾ വെച്ചിരിക്കുന്നത്: സമയം, ദൂരം, മരണം, വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ. ഈ പരിധികൾ നമ്മളെ വെല്ലുവിളിക്കുന്നു, നമ്മളെ തന്നെ തിരയാൻ നിർബന്ധിക്കുന്നു. ഈ കനത്ത ഇരുട്ടിലാണ് നമ്മൾ നമ്മുടെ ഉള്ളിലെ പ്രകാശത്തെ കണ്ടെത്തുന്നത്. ശരീരത്തിന്റെ നശ്വരത, സമയത്തിന്റെ പീട്ടി, ബന്ധങ്ങളുടെ ലോല, ഇവയെല്ലാം ഒന്നും ശാശ്വതമല്ലെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു.
ഈ അസ്ഥിരതയിലാണ് നമ്മൾ യഥാർത്ഥ സ്നേഹവും സത്യമായ കരുണയും യഥാർത്ഥ ആത്മജ്ഞാനവും കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് ജീവിതം ഒരിക്കലും പെർഫെക്റ്റായി തോന്നാത്തത്. കാരണം ഇതിനെ പെർഫെക്റ്റ് ആയിട്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ വാർത്തെടുക്കാനാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ പ്രതിസന്ധിയും ഒരു വാതിലാണ്, ഓരോ കണ്ണീരും ഒരു പാഠമാണ്, ഓരോ വേർപിരിയലും ഒരു പുതിയ വഴിത്തിരിവാണ്. നിങ്ങൾ ഈ കാഴ്ചപ്പാടിലൂടെ കാണാൻ തുടങ്ങുമ്പോൾ ഓരോ നിമിഷവും ഓരോ അനുഭവവും ഒരു വരദാനമായി മാറുന്നു. ഭൗതിക ലോകം ആത്മാവിന്റെ വികാസത്തിനുള്ള ഏറ്റവും മനോഹരമായ, വെല്ലുവിളി നിറഞ്ഞ, അത്യാവശ്യമായ വേദിയാണ്. മരണത്തിനു ശേഷം അപ്പോൾ ശരീരം അവസാനിക്കുമ്പോൾ കഥ അവിടെ അവസാനിക്കുകയാണോ? അല്ല, ഇതൊരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. മരണത്തിനു ശേഷം ആത്മാവ് ഒരു പ്രത്യേക അവസ്ഥയിൽ പ്രവേശിക്കുന്നു. ഇതിനെ ഇന്റർ ലൈഫ് അല്ലെങ്കിൽ മരണങ്ങൾക്കിടയിലുള്ള ലോകം എന്ന് വിളിക്കുന്നു. ശരീരമില്ലാത്ത, സമയമില്ലാത്ത, ബോധം മാത്രമുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ ആത്മാവ് തങ്ങുന്നു, വിശ്രമിക്കുന്നു, ചിന്തിക്കുന്നു, തന്റെ കഴിഞ്ഞ ജീവിതത്തെ ആഴത്തിൽ നിരീക്ഷിക്കുന്നു. ഇതിനെ ലൈഫ് റിവ്യൂ എന്ന് വിളിക്കുന്നു. ഇതിൽ ആത്മാവ് തന്റെ മുഴുവൻ ജീവിതത്തെയും കാണുന്നു, പക്ഷേ വെറും ഓർമ്മകളായല്ല, മറിച്ച് ആത്മാവ് തന്റെ ഓരോ പ്രവൃത്തിയുടെയും ഫലം സ്വയം അനുഭവിക്കുന്നു. ഒരാൾക്ക് നൽകിയ സന്തോഷമോ വേദനയോ എല്ലാം സ്വയം അനുഭവിക്കുന്നു. ഇതൊരു ദണ്ഡനയല്ല, പുറത്തുനിന്നുള്ള നീതിയല്ല. ഇത് ആത്മാവിന്റെ സ്വന്തം മനസാക്ഷിയുടെ കണ്ണാടിയാണ്. ഈ അവലോകനത്തിനിടയിൽ ആത്മാവ് പഠിക്കുന്നു എവിടെയാണ് താൻ സ്നേഹം തിരഞ്ഞെടുത്തത്, എവിടെയാണ് ഭയത്തെ സ്വീകരിച്ചത് എന്ന്. ഇന്റർ ലൈഫിൽ ആത്മാവിന് തന്റെ കർമ്മങ്ങളെ മനസ്സിലാക്കാനും അടുത്ത ചുവടുകൾക്കായി പദ്ധതിയിടാനും അവസരം ലഭിക്കുന്നു. ഇത് സുന്ദരമായ, കരുണ നിറഞ്ഞ ഒരു പ്രക്രിയയാണ്. അവിടെ ആത്മാവിനെ കുറ്റപ്പെടുത്തുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല. പഠിക്കാൻ ഒരു അവസരം നൽകുന്നുവെന്ന് മാത്രം. ഈ സമയം ഓരോ ആത്മാവിനും വ്യത്യസ്തമായിരിക്കും. ചിലർ വേഗത്തിൽ മുന്നോട്ടു പോകുന്നു, ചിലർ ദീർഘനേരം വിശ്രമിക്കുന്നു. ഇന്റർ ലൈഫിൽ ആത്മാവ് തന്റെ സോൾ ഗ്രൂപ്പിനെ കാണുന്നു, ആ എപ്പോഴും കൂടിയുണ്ടായിരുന്ന ആത്മാക്കളെ. ഇതൊരു പുനഃസമാഗമം പോലെയാണ്. അവിടെ സ്നേഹവും മനസ്സിലാക്കലും പ്രിയപ്പെട്ടവരും നിറഞ്ഞു നിൽക്കുന്നു. പിന്നീട് ആത്മാവ് തയ്യാറാകുമ്പോൾ ഒരു പുതിയ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള പ്രക്രിയ തുടങ്ങുന്നു. പക്ഷെ എന്തുകൊണ്ട്? കാരണം പഠനത്തിന്റെ പരമ്പര ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്നും യാത്ര ബാക്കിയുണ്ടെന്നും ആത്മാവിനറിയാം. യാത്രയുടെ അന്തിമ ലക്ഷ്യം മുക്തി. ആത്മാവ് വീണ്ടും വീണ്ടും ജനിക്കുന്നു, പഠിക്കുന്നു, വളരുന്നു, അനുഭവിക്കുന്നു. പക്ഷെ ഈ യാത്ര എപ്പോഴെങ്കിലും പൂർത്തിയാകുമോ? അതെ, ഈ യാത്രയ്ക്ക് ഒരു അന്തിമ ലക്ഷ്യമുണ്ട്, മുക്തി അല്ലെങ്കിൽ മോക്ഷം. ജനനമരണ ചക്രത്തിൽ നിന്ന് പൂർണ്ണമായും മോചിതനാകുക എന്നതാണ് മുക്തിയുടെ അർത്ഥം. ആത്മാവ് ഓരോ പാഠവും പഠിച്ചു കഴിയുമ്പോൾ, തന്റെ കർമ്മങ്ങളെ സന്തുലിതമാക്കുമ്പോൾ, തന്റെ ഉള്ളിലെ പരമസത്യത്തെ തിരിച്ചറിയുമ്പോൾ വീണ്ടും ജനിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആത്മാവ് പൂർണ്ണ ബോധത്തിൽ ലയിക്കുന്ന അവസ്ഥയാണിത്. അവിടെ ഭയമില്ല, അത്യാഗ്രഹമില്ല, വേർതിരിവില്ല, പോരാട്ടങ്ങളില്ല. ഇത് വാക്കുകൾക്ക് അപ്പുറമുള്ള ഒരു ശാന്തിയാണ്. മുക്തിയെ പല പാരമ്പര്യങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്നു. ഹിന്ദു മതത്തിൽ മോക്ഷം, ബുദ്ധ മതത്തിൽ നിർവാണം, മറ്റു പാരമ്പര്യങ്ങളിൽ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഉണർവ്. മുക്തി എന്നത് ഓടിപ്പോകാനുള്ള പ്രക്രിയയല്ല. ഇത് ജീവിതത്തെ പൂർണ്ണമായി സ്വീകരിച്ച് ഓരോ ബന്ധനത്തിനും മുകളിൽ ഉയരാനുള്ള കലയാണ്. മുക്തനായ ആത്മാവിനറിയാം താൻ തന്നെ ബ്രഹ്മമാണെന്താൻ, സ്നേഹമാണെന്താൻ, പ്രകാശമാണെന്ന്. മുക്തനായ ആത്മാവിന് വേണമെങ്കിൽ ഉയർന്ന ലോകങ്ങളിൽ വിശ്രമിക്കാം, അല്ലെങ്കിൽ സേവനത്തിനായി തിരികെ വരാം. മനുഷ്യരെ ബോധവാന്മാരാക്കാൻ സ്നേഹത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാം. അങ്ങനെയുള്ള പ്രബുദ്ധരായ ആത്മാക്കളെയാണ് നമ്മൾ ഗുരുക്കൾ, അവതാരങ്ങൾ, ബോധിസത്വന്മാർ അല്ലെങ്കിൽ സിദ്ധന്മാർ എന്ന് വിളിക്കുന്നത്. അവർ സ്വന്തം സുഖം ത്യജിച്ച് നമ്മളെയെല്ലാം സഹായിക്കാൻ തിരികെ വരുന്നു. അവരുടെ ഒരേയൊരു സന്ദേശം ഇതാണ്: നീ എന്തിനെയാണോ തിരയുന്നത് അത് നീ തന്നെയാണ്. സ്നേഹമാണ് സത്യം. ഉണരൂ, നീ ആരാണെന്നോർക്കൂ. അതുകൊണ്ട് ആത്മാവിന്റെ ഏറ്റവും വലിയ യാത്ര സ്വന്തം ദിവ്യ സ്വഭാവത്തെ തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൽ പൂർണ്ണമായി ജീവിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ യാത്ര നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും വെറുമൊരു ശരീരമല്ല, മറിച്ച് ഒരു അനന്തമായ ആത്മാവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ ഒരു വാക്ക് തീർച്ചയായും എഴുതുക: ജാഗൃതി. ജാഗൃതി. അതേ ജാഗൃതി എന്ന് മാത്രം എഴുതുക. കാരണം നിങ്ങൾ ഈ വാക്കെഴുതുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുകയും ഒരു പുതിയ തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. ഈ ചാനൽ വെറുമൊരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, ഇതൊരു പ്രസ്ഥാനമാണൊരു കുടുംബമാണ്. ഉണരുന്ന ആത്മാക്കളുടെ കുടുംബം, സത്യമറിയാൻ ആഗ്രഹിക്കുന്നവരുടെ കുടുംബം. ഈ കുടുംബത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യുക. ഓരോ ഷെയറും ഓരോ സബ്സ്ക്രിപ്ഷനും നമ്മുടെ കൂട്ടായ ബോധത്തെ കൂടുതൽ ശക്തമാക്കും.